വിജയനഗര സാമ്രാജ്യം നമ്മൾ ചരിത്ര പാഠപുസ്തകങ്ങളിലൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യം, ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലുത്. നമുക്കറിയാം, ചൈനയിൽ നിന്നും മറ്റ് അനേകം വിദേശ രാജ്യങ്ങളിൽ നിന്നും വലിയ കച്ചവടത്തിനായി ഈ വിജയനഗര സാമ്രാജ്യത്തിലെ ആൾക്കാർ വന്നിരുന്നു. ഒരു മഹാനഗരമായിരുന്നു വിജയനഗര സാമ്രാജ്യം. മുഗളന്മാരുടെ കാലത്ത് വിജയനഗരം നാമാവശേഷമാക്കപ്പെട്ടു. ആ നാമാവശേഷമാക്കപ്പെട്ട വിജയനഗരമാണ് നമ്മൾ കാണുന്നത്. എന്നിരുന്നാലും 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലുമൊക്കെ ആയിട്ട് ഇന്ത്യയിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് ഇതുപോലൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തിരുശേഷിപ്പുകൾ നമുക്കിവിടെ കാണാം. ഹംപിയിലെ ഒരു പുരാതനമായ ക്ഷേത്രമാണ് മങ്കി ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഹനുമാൻ ടെമ്പിൾ. ഹനുമാൻ ജനിച്ചത് ഈ സ്ഥലത്താണ് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. വളരെ മനോഹരമായ ഹംപിയുടെ ദൃശ്യങ്ങൾ ഇതിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിന്നും നമുക്ക് ദർശിക്കാവുന്നതാണ്. 570 സ്റ്റെപ്പുകൾ താണ്ടിയാണ് ഹനുമാൻ ടെമ്പിളിൻ്റെ മുകളിൽ എത്തേണ്ടത്. മുകളിലെത്തിയാൽ നമുക്ക് അവിടെ മനോഹരമായ സൺസെറ്റ്, സൺറൈസൊക്കെ ആസ്വദിക്കാം. കർണാടകത്തിലെ ഹംപിക്ക് സമീപമുള്ള കൊപ്പൽ ജില്ലയിലെ ഒരു തടാകമാണ് പമ്പാ സരോവർ. തുംഗഭദ്ര നദിയുടെ തെക്ക് സ്ഥിതി ചെയ്യുന്ന ഈ തടാകം ഹിന്ദുക്കൾ പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിലെ 5 വിശുദ്ധ തടാകങ്ങളിലൊന്നാണ് ഈ തടാകം. ശ്രീമദ് ഭാഗവത പുരാണത്തിൽ ഈ തടാകങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. പമ്പാ സരോവരം ശിവൻ്റെ പത്നിയായ പാർവതി ശിവനോടുള്ള ഭക്തിയുടെ അടയാളമായി തപസ്സനുഷ്ഠിച്ച സ്ഥലമായി കണക്കാക്കുന്നു. ഹിന്ദു ഇതിഹാസമായ രാമായണത്തിലെ രാമൻ്റെ ഒരു ഭക്ത ശബരി രാമൻ്റെ വരവിനായി ഈ തടാകത്തിൽ കാത്തിരുന്നു. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഈ പമ്പാ സരോവറിൽ നിന്ന് നമുക്ക് കാണാവുന്നത്. ഒരുപാട് പുരാണത്തിൽ പ്രതിപാദിക്കുന്ന ഒരു സ്ഥലമായത്. പമ്പാ സരോവറിനകത്ത് രാമൻ സീതയെ അന്വേഷിക്കാൻ സുഗ്രീവനെ കാണാൻ ശബരി ഉപദേശിച്ച ഒരു സ്ഥലമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഹൊസൈപ്പെട്ടിൽ നിന്നും ആനകുണ്ടിയിലേക്കുള്ള വഴിയിൽ കുന്നുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയിലാണ് ഈ പമ്പാ സരോവർ തടാകം. വളരെ മനോഹരമാണ്. ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ താഴ്വരയിൽ നിന്ന്, ഹനുമാൻ ക്ഷേത്രമാണ് നമ്മൾ ആദ്യം കണ്ടത്, നമ്മൾ കണ്ടില്ലേ മങ്കി ടെമ്പിൾ എന്ന് പറയുന്നത്. അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ആ ഹൈറ്റിൽ നിന്ന്, താഴ്വരയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണിത്. ഒരു ലക്ഷ്മി ക്ഷേത്രവും കുളത്തിന് അഭിമുഖമായ ഒരു ശിവക്ഷേത്രവും ഉണ്ട്. അത് നമുക്ക് കാണാമല്ലോ. കുളത്തിനടുത്തായി ഒരു മാവിൻ ചുവട്ടിൽ ഒരു ചെറിയ ഗണേശ ക്ഷേത്രവുമുണ്ട്. ഇപ്പോൾ അത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വളരെ നവീകരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ കുറേ കുരങ്ങന്മാർ ഉണ്ട്. അവരെല്ലാം നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപിയിലേക്ക് ഒരു യാത്രയാണ് നമ്മൾ നടത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും 550 കിലോമീറ്റർ ദൂരെ ഹൊസാപ്പട്ട എന്ന് പറയുന്ന കർണാടകത്തിലെ ഒരു ചെറിയ നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ ദൂരത്തിലാണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു കാനന ഭംഗി നിറഞ്ഞ
പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു പട്ടണമെന്നോ ഗ്രാമമെന്നോ പറയാൻ പറ്റാത്ത ഒരു മനോഹരമായ പ്രദേശങ്ങൾ, സ്വർഗതുല്യ പ്രദേശങ്ങൾ.